നമസ്കാരം. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. ഇതാണ് അക്ഷരാർത്ഥത്തിൽ കൊല്ലം മീനത്തുചേരി പുത്തൻതുരുത്ത് നിവാസികളുടെ അവസ്ഥ. പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസം 11 അതിനിടെയാണ് കുടിവെള്ളം ശേഖരിക്കാൻ പോയ വള്ളം മറിഞ്ഞ് ഒരു വീട്ടമ്മയുടെ ദാരുണാന്ത്യമുണ്ടായത്. കുടിനീര് തേടി പോകുമ്പോൾ ഉണ്ടായ സന്ധ്യയുടെ മരണം ഏറ്റവും വേദനാജനകമാണ്. സംഭവമുണ്ടായി 2 ദിവസം പിന്നിട്ടു. എന്നിട്ടും പുത്തൻതുരുത്ത് നിവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ഒരു നടപടിയും സർക്കാരോ കോർപ്പറേഷനോ കൈക്കൊണ്ടിട്ടില്ല. ഇന്നും വലിയ പ്രതിഷേധമാണ് സ്ഥലത്തരങ്ങേറിയത്. കുടിവെള്ളത്തിനായി ദിവസങ്ങളോളം പ്രതിഷേധം നടത്തേണ്ടി വരുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥയുള്ള കൊല്ലത്ത് നിന്നുള്ളത് 1ഉം 2ഉമല്ല, 3 മന്ത്രിമാരാണ്. തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചുവിടുന്ന ജനത്തോട് ഒരു ഉത്തരവാദിത്വവും ജനപ്രതിനിധികൾക്കില്ലേ? കുടിവെള്ളം മുട്ടിയ ജനതയോട് ഉത്തരം പറയാൻ, ഇവരുടെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. ഇന്നും വലിയ പ്രതിഷേധമാണ് സ്ഥലത്തുണ്ടായത്. ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ RSP പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചുള്ള പ്രതിഷേധമായിരുന്നു. പിന്നീട് ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശാശ്വതമായ ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണം എന്നുള്ള തുരുത്ത് നിവാസികളുടെ ആവശ്യം ശക്തമാവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി അരുൺരാജിലേക്കാണ്. അരുൺരാജ് ഉള്ളത് തോമസ് തുരുത്തിലാണ്. അരുൺരാജ്, എത്ര വലിയ പ്രതിസന്ധിയെയാണ് ഈ നാട്ടുകാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അരുൺരാജിന് മനസ്സിലായത്. 11 ദിവസമായി കുടിവെള്ളമില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 11 ദിവസമായി 9 തുരുത്തിൽ 1000-ലധികം വരുന്ന കുടുംബങ്ങൾ ഈ കുടിവെള്ളം കിട്ടാനായി അത് അവർ കേഴുകയാണ്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വള്ളങ്ങളിൽ ചെറുയാനങ്ങളിലടക്കം ഈ കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ആവശ്യത്തിന് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതാണ് കൃത്യമായ മറുപടി. പലരും ഈ കുടങ്ങളായി കാത്തുനിരുന്ന വലിയ രീതിയിൽ അത് മണിക്കൂറോളം കാത്തിരുന്നിട്ടാണ് പലരും ഈ കുടിവെള്ളം ശേഖരിച്ച് മടങ്ങുന്നത്. അപ്പോഴും വീടുകളിലേക്ക് എത്തുമ്പോൾ കുടിക്കാൻ പോലും വെള്ളം ഉണ്ടാവില്ല. പാചകത്തിന് മാത്രമായിരിക്കും വെള്ളം ഉണ്ടാവുക. ഈ കണ്ണത്താ ദൂരത്തോളം ചുറ്റും കിടക്കുന്ന വെള്ളമാണ് അവർക്ക് ചുറ്റുമുള്ളത്. പക്ഷേ ഇതൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ ശാസ്താംകോട്ട കായലിൽ നിന്ന് എത്തുന്ന വെള്ളമാണ് പ്രധാനമായും തുരുത്തിലേക്കും കൊല്ലം നഗരത്തിലേക്കും അടക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വെള്ളത്തിന്റെ തോത്, ആ വെള്ളം പൂർണ്ണമായും നിലച്ചതോടെ തുരുത്ത് കഴിഞ്ഞ 11 ദിവസമായി കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുകയും ആയി. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ സ്ത്രീകളും അതുപോലെ തന്നെ തുരുത്തിലെ ഓരോ വിഭാഗത്തിലുള്ളവരും അടക്കം ഇവിടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എത്രത്തോളം അത് യാഥാർത്ഥ്യമാകും, എത്രത്തോളം അത് നടപ്പാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ തുരുത്തുകളിൽ നമ്മൾ എത്തുമ്പോൾ, ഞാനിവിടെ 7 ദിവസം മുമ്പാണ് മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് തുരുത്തിലെത്തുന്നത്. അപ്പോഴും ഈ കുടിവെള്ള പ്രശ്നം അവർ പറയുകയും നമ്മളത് അധികാരികൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമാണ് ഈ തുരുത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തത്. ആ വേദനയിൽ തന്നെ നിൽക്കുമ്പോഴും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയും അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ഇവിടുത്തെ ഈ തുരുത്തിന്റെ കൗൺസിലർ കൂടിയാണ് ദീപുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 ദിവസമായി ഈ തുരുത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ ആ ശ്രമം നടക്കുമ്പോഴും അത് പൂർണ്ണ തോതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഓരോ തുരുത്തിലേക്കും വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ കോർപ്പറേഷനും അത് നിശ്ചിത അളവിൽ കുടിവെള്ളം കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നാൾ ഇത് തുടരുമെന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ, ഇത്ര വലിയ പ്രതിഷേധമുണ്ടായിട്ടും ഒരു മരണമുണ്ടായിട്ടും ഒരു ഇടപെടൽ ഉണ്ടായോ അരുൺരാജ്? ഇപ്പോഴും ബാക്കിയായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇതിൽ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. മിഷണറീസ് അടക്കം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ പൈപ്പ് ലൈൻ അടക്കം പൂർത്തീകരിക്കാൻ എന്നതാണ് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അത് ഉദ്യോഗസ്ഥരുടെ അതാണിപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ, അത് തത്സമയ കാഴ്ചകളാണ്. തുരുത്ത് നിവാസികൾ, പുത്തൻ തുരുത്ത് നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നം എത്ര വലുതാണ്. അവർക്ക് വെള്ളമില്ല, കുടിവെള്ളമില്ല, മറ്റ് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, കുളിക്കാൻ, ഇതിനൊന്നിനും അവർക്ക് വെള്ളമില്ല. ആ വെള്ളം കൊണ്ടുവരികയാണ്. എത്ര വെള്ളം കിട്ടിയാലും നമുക്ക് മതിയാകില്ല. അപ്പോഴാണ് ഇത്തരം ടാങ്കുകളിലൊക്കെ ശേഖരിച്ചുകൊണ്ട്, അത് 1-2 ദിവസമല്ല, നിലവിൽ ഈ അവസ്ഥ 11 ദിവസമായി, തുടർച്ചയായി 11 ദിവസം എന്നുള്ളതാണ്. അരുൺരാജ്, തുടരൂ. അനുജ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ ഉത്തരമില്ല. അവർക്ക് പറയുന്നത് ഇക്കാര്യത്തിൽ ഹൈ ക്വാളിറ്റിയുള്ള മെഷീനറീസ് അതിപ്പോൾ തങ്ങളുടെ പക്കലില്ല. ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ
വളരെ വേഗത്തിൽ അത് 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഇന്ന് തെരുവിലേക്കടക്കം സമരം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ തോതിൽ ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായത്. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ വേഗത്തിലുള്ള പണി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നുവെന്ന ശുഭപ്രതീക്ഷ കൂടി വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, എപ്പോഴേക്ക് യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇതിന് കൃത്യമായ ഉത്തരം ബാക്കി നിൽക്കുകയാണ്. കൃത്യമായ ഉത്തരമില്ല എന്ന് പറയുന്നു. അത് കഷ്ടമാണ്, അങ്ങേയറ്റം കഷ്ടമാണ്.